കേരളത്തിലെ വനിതകൾക്കായി പലിശരഹിത വായ്പ ലഭ്യമാക്കുന്ന ഒരു പുതിയ പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ എത്തിയിരിക്കുകയാണ്. പ്രിയദർശിനി എന്ന പേരിലുള്ള ഈ പദ്ധതി വഴി 100 കോടി രൂപയുടെ വായ്പയാണ് അനുവദിച്ചിരിക്കുന്നത്. ആരൊക്കെയാണ് ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ? എത്ര രൂപ വരെ ലഭിക്കും? അപേക്ഷിക്കാൻ എന്തൊക്കെയാണ് വേണ്ടത്? എല്ലാം വിശദമായി നോക്കാം ഓൺലൈൻ വേഡ് മലയാളത്തിലൂടെ. അതിനു മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള കേരള സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷനാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. സാമൂഹികവും സാമ്പത്തികവുമായി പിന്നാക്കം നിൽക്കുന്ന വനിതകളെ സ്വയം തൊഴിൽ മേഖലയിലേക്ക് കൊണ്ടുവരികയും അവരുടെ വരുമാനം വർദ്ധിപ്പിക്കുകയുമാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഈ പദ്ധതിയുടെ ഭാഗമായി പലിശരഹിത സൂക്ഷ്മ ചെറുകിട സംരംഭ വായ്പ നൽകും. സ്വന്തമായി ബിസിനസ് ആരംഭിക്കാനോ നിലവിലുള്ള ചെറുകിട സംരംഭങ്ങൾ വികസിപ്പിക്കാനോ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് ഇത് വലിയ സഹായകമാവും. വനിതാ സംരംഭകർക്കും സ്വയം സഹായ സംഘങ്ങളിലെ അംഗങ്ങൾക്കും അപേക്ഷിക്കാം. കൂടാതെ കുടുംബശ്രീ CDSകളിലും രജിസ്റ്റർ ചെയ്ത NGOകളിലും കീഴിൽ പ്രവർത്തിക്കുന്ന വനിതാ സംഘങ്ങൾക്കും പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കും. കൂടാതെ പട്ടികജാതി പട്ടികവർഗം പിന്നാക്ക വിഭാഗങ്ങളിൽപ്പെട്ട സ്ത്രീകൾക്കാണ് മുൻഗണന ലഭിക്കുക. ഉൽപ്പാദനം, സേവനം, കച്ചവടം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങൾ നടത്തുന്നവർക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും അപേക്ഷിക്കാം. ഏറ്റവും വലിയ പ്രത്യേകത ഈ വായ്പയ്ക്ക് പലിശ ഈടാക്കില്ല എന്നതാണ്. ഗ്രാമീണ നഗര മേഖലകളിലെ വനിതകൾക്ക് സ്വയം വരുമാനം കണ്ടെത്താൻ ഈ പദ്ധതി സഹായകമാവും. കുടുംബശ്രീ CDSകളും പ്രാദേശിക കൂട്ടായ്മകളും വഴിയാണ് വായ്പ വിതരണം ചെയ്യുന്നത്. ഇതിലൂടെ ഗുണഭോക്താക്കൾക്ക് നടപടിക്രമങ്ങൾ കൂടുതൽ എളുപ്പമാക്കാനാണ് ലക്ഷ്യമിടുന്നത്. അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് കേരള സംസ്ഥാന പിന്നാക്ക വിഭാഗ കോർപ്പറേഷൻ, കുടുംബശ്രീ, ബന്ധപ്പെട്ട സഹകരണ സ്ഥാപനങ്ങൾ എന്നിവ വഴി പ്രസിദ്ധീകരിക്കുന്ന ഔദ്യോഗിക മാർഗനിർദ്ദേശങ്ങൾ നിർബന്ധമായും പരിശോധിക്കണം. അപേക്ഷിക്കുന്നവർ തിരിച്ചറിയൽ രേഖകൾ, റേഷൻ കാർഡ്, വരുമാന സർട്ടിഫിക്കറ്റ്, ജാതി സർട്ടിഫിക്കറ്റ്, സംരംഭത്തിൻ്റെ വിശദാംശങ്ങൾ എന്നിവ തയ്യാറാക്കി വയ്ക്കണം. വായ്പ ലഭിച്ചതിന് ശേഷം തുക നിശ്ചിത ആവശ്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാവൂ. മറ്റു ആവശ്യങ്ങൾക്കായി വിനിയോഗിച്ചാൽ പദ്ധതിയുടെ ആനുകൂല്യം നഷ്ടമാകാൻ സാധ്യതയുണ്ട്. ഈ 100 കോടി രൂപയുടെ പലിശരഹിത വായ്പാ പദ്ധതി സംസ്ഥാനത്തെ ആയിരക്കണക്കിന് വനിതാ സംരംഭകർക്ക് വലിയ ആശ്വാസവും സ്വയം തൊഴിൽ മേഖലയിലേക്ക് ഒരു പുതിയ അവസരവും സൃഷ്ടിക്കുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ഈ പദ്ധതിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കൂ. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.